ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ഒരു പേഷ്യന്റ് വന്ന് ഇതുപോലെ ഭക്ഷണത്തിൽ നിന്ന് എന്താണെങ്കിലും അസുഖമായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ അവരെ കൂടുതൽ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അവർക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾക്കിത് സംഭവിക്കുന്നു എന്നുള്ളത്. അതിലിപ്പോ നമ്മൾ പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ട് കാര്യമില്ല. അതിൽ ഈ പച്ചക്കറികളിൽ അടിക്കുന്ന വിഷം ഒരു പ്രത്യേക കാരണം തന്നെയാണ്. ഇതിപ്പോ കുറച്ചു നേരത്തേക്കുള്ളൂ വിഷം, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളൂ, അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തേക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു സ്ലോ പോയിസൺ പോലെയാണ്. 1-2 ദിവസം കഴിച്ചതുകൊണ്ടല്ല, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് പല രോഗങ്ങളും വരികയാണ്. കാരണമറിയാണ്ടുള്ള പല രോഗങ്ങളും നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാകണായിരിക്കും നല്ലത്. അതായത് തമിഴ്നാട്ടിൽ 2 ദിവസം തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരാണ്ടിരുന്ന കേരളം എന്താണെന്ന് അറിയാൻ പറ്റും. കേരളത്തിലെ അറിയും. ഈ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ ആരും ഉണ്ടാവില്ല. ഒരു ഓർഗാനിക് ഉണ്ടാവില്ല, ഒരു പച്ചക്കറി ഉണ്ടാവില്ല, നാടൻ സാധനങ്ങളൊന്നും കേരളത്തിൽ ഇത് കൊടുത്ത് തീർക്കാനായിട്ട് അതിനുള്ള ഉൽപ്പന്നം ഇവിടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചവരാ. നമ്മളിപ്പോ തിരുവോണത്തിനൊക്കെ പ്ലാസ്റ്റിക് വാഴയിലെ ഭക്ഷണം കഴിക്കുന്നില്ലയോ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചവരാ. അത് ശരിയാ. ഓക്കെ. അപ്പൊ സാറ് പറഞ്ഞു 2 ദിവസം തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വന്നില്ലെങ്കിൽ മലയാളികളുടെ പ്രശ്നം അറിയുന്നു. അവരുടെ കട കൂട്ടുന്ന മാത്രമല്ല നമ്മുടെ പ്രശ്നം വരുന്നു. പക്ഷേ അത് ലോങ് ടേമിൽ നമുക്ക് സൊല്യൂഷൻ വരുത്തണമെങ്കിൽ ഇപ്പോൾ ഉള്ള കുഞ്ഞു പിള്ളേർക്ക് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മാം പറഞ്ഞു NSSലെ പിള്ളേർക്ക് അത് പഠിപ്പിക്കുന്നുണ്ടെന്ന്. പക്ഷെ എത്ര പിള്ളേർക്ക് NSS ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ അറ്റ്ലീസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മാർക്ക് പിള്ളേർ ഇത് ചെയ്യും. അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഫാമേഴ്സിന് നമുക്ക് റെസ്പെക്ട് ഒട്ടും കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. ഒരു ജെൻസി ജനറേഷനിലെ ഒരു കുട്ടി എന്ന നിലയിൽ എനിക്കറിയാം ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ കോളർ ജോബായിട്ടാണ് മിക്കവരും കാണുന്നത്. അപ്പൊ നമ്മളിത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കുട്ടികളും ഓരോ കർഷകരായിട്ടാണ് വളർന്നു വരുന്നത്. അപ്പൊ ഒരു ലോങ് ടേമിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജനറേഷൻ കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയും. മിക്കതും നോൺ വെജ് കഴിച്ച് വളർന്ന പിള്ളേരാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാനൊരു സാധനം ഫാം ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുകയും ചെയ്യും. സോ ആ സാർ പറഞ്ഞൊരു കാര്യം ലോങ് ടേമിൽ നമുക്ക് മാറ്റണമെങ്കിൽ റൈറ്റ് നൗ വി നീഡ് ടു സ്റ്റാർട്ട്. ഗവൺമെന്റ് നമ്മുടെ അക്കാഡമിക്സിൽ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. നാടൻ ഭക്ഷണം കഴിക്കുമോ നിങ്ങള്? നല്ല പഴങ്കഞ്ഞി കിട്ടിയാ കുടിക്കുവോ? കഴിക്കും, ഞങ്ങള് കഴിക്കും. ഓക്കെ, എന്താ പറയാൻ പറഞ്ഞു? പണ്ടൊക്കെ ഒരു ഹോട്ടലിൽ ചെന്നാല് 1-2 വിഭവങ്ങളാണ് കാണുന്നത്, ചില്ലി ചിക്കനും. ഇപ്പൊ 100 കണക്കിന് വിഭവങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പം ആ ചിക്കന്റെ വോളിയം ഡെയിലി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഒരു ദിവസം 2 കോടി മുട്ടയാ ചെലവായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിന്റെ നാമക്കൽ ഒരു ദിവസം ഈ 2 കോടി മുട്ട എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് മുട്ട വിഭവങ്ങളാ പെട്ടെന്ന് റെഡിയായി കൊടുക്കാൻ പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.